വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലീപ് ബൈ IAS ഫാക്ടർ. സോ ഇന്നത്തെ 5 MCQs എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. തുടക്കത്തിൽ തന്നെ പണിയാണല്ലോ. ആസ് ഓഫ് 2024, ഹൗ മെനി ഓഫ് ദീസ് സ്പോർട്ടിംഗ് ഇവന്റ്സ് ഡിഡ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ഇന്ത്യ? സ്പോർട്സ് വീണ്ടും UPSC ചോദിച്ച് തുടങ്ങുകയാണ്. ഓക്കെ, സ്പോർട്സിൽ എന്തൊക്കെ പഠിക്കണം എന്ന് ആസ്പിരൻസ് യൂഷ്വലി ചോദിക്കുമ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു മറുപടി ഞാനിപ്പോൾ പറയാം. അതായത് വർഷാവർഷങ്ങളിൽ നടക്കുന്ന എല്ലാ ടൂർണമെന്റ്സും ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെന്നീസ് എടുത്തു കഴിഞ്ഞാൽ 4 ഗ്രാൻഡ് സ്ലാംസ് എല്ലാ വർഷവും നടക്കും. അതിലെ വിന്നർ ആര് അങ്ങനത്തെ ഒന്നും നോക്കി വെക്കണം എന്നില്ല. പകരം റെയറായിട്ട് നടക്കുന്ന ഈവൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വേൾഡ് കപ്പുകൾ പോലത്തെ കാര്യങ്ങൾ, ഒളിമ്പിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. അത് ഏത് വേൾഡ് കപ്പ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു വെക്കണം. അതേപോലെ ഒളിമ്പിക്സ് ശ്രദ്ധിച്ചു വെക്കണം, ഏഷ്യൻ ഗെയിംസ് ശ്രദ്ധിക്കാം, കോമൺവെൽത്ത് ഗെയിംസ് ശ്രദ്ധിക്കാം. അപ്പം അങ്ങനത്തെ ഫ്രീക്വൻ്റ് ആയിട്ടല്ല, സൈക്ലിക്കലി ഒക്കർ ചെയ്യുന്ന കാര്യങ്ങൾ, സീസണിൽ സൈക്ലിക്കലി ഒക്കർ ചെയ്യുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് നോക്കി വെക്കണം. അപ്പോൾ ആ ഒരു ലൈൻ പിടിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഇതിൽ ഏതൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ചോദ്യം. ഫസ്റ്റ് വൺ, മെൻസ് FIH ഹോക്കി വേൾഡ് കപ്പ്, FIVB വോളിബോൾ മെൻസ് വേൾഡ് കപ്പ്, FIFA വേൾഡ് കപ്പ് ആൻഡ് ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ഇതിൽ എത്ര എണ്ണം ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലോജിക്കലി എന്താണ്? ലോജിക്കലി ഇന്ത്യ എന്തായാലും മെൻസ് ഹോക്കി വേൾഡ് കപ്പ് ഹോസ്റ്റ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്, തള്ളിക്കളയാനൊക്കത്തില്ല. കാരണം എന്താ, നമ്മുടെ പ്രധാനപ്പെട്ട ഗെയിമുകളിലൊന്നാണല്ലോ ഹോക്കി എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, നമുക്ക് അത്രയും വലിയൊരു ചരിത്രം ഒളിമ്പിക്സ് ഹോക്കിയിൽ പറയാനുള്ളത് കൊണ്ടും ഒബ്വിയസ്ലി ഇന്ത്യ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മാത്രമല്ല, റീസെൻ്റ്ലി എന്താണ്, ഒഡീഷ സർക്കാർ ഹോക്കിക്ക് ഒരുപാട് പ്രൊമോഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഹോക്കി ടൂർണമെൻറ്റുകളും നടക്കുന്നത് കലിംഗ സ്റ്റേഡിയം ഭുവനേശ്വറിലാണ്. ഞാൻ പറയുന്നത് സ്പോർട്സ് പേജ് ഒന്ന് മറിച്ചു പോയിട്ടുള്ളവരെ സംബന്ധിച്ച് ഈ ന്യൂസ് കിട്ടും, അല്ലാത്തവരെ സംബന്ധിച്ചുള്ള ഹിസ്റ്റോറിക്കലി ഇന്ത്യയിൽ ഹോക്കിക്ക് വലിയ ഒരു പ്രാധാന്യമുള്ളതുകൊണ്ട് ഹോക്കി വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടാവും എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമുണ്ട്. ഏതാണ്? FIFA വേൾഡ് കപ്പ്. FIFA വേൾഡ് കപ്പ് ഇപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും, FIFA അണ്ടർ 17 വേൾഡ് കപ്പ് നമ്മൾ ഹോസ്റ്റ് ചെയ്തില്ലേ? ഓപ്ഷനിൽ FIFA അണ്ടർ 17 വേൾഡ് കപ്പ് എന്നാണോ? അല്ല. അതിനാണ് കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. FIFA വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ സീനിയേഴ്സിന്റെ മെൻസ് വേൾഡ് കപ്പ് കണ്ടക്റ്റഡ് ബൈ FIFA. അതിനെയാണ് FIFA വേൾഡ് കപ്പ് എന്ന പേരിൽ വിളിക്കുന്നത്. സ്ത്രീകളുടെ സീനിയർ ടീം മത്സരിക്കുന്ന FIFA വിമൻസ് വേൾഡ് കപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്. അപ്പോൾ FIFA അണ്ടർ 17 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇവന്റ് ആണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരുടെ സീനിയർ ടീം പങ്കെടുക്കുന്ന വേൾഡ് കപ്പിന്റെ പേരാണ് ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് 2 in ODI. പേരെടുത്ത് പറയുന്നില്ല. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് ODIയിലുള്ള സീനിയർ മെൻസ് ടീമിന്റെ വേൾഡ് കപ്പാണ്. അതുകൊണ്ടാണ് പേരുകൾ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ FIFA വേൾഡ് കപ്പ് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി ബാക്കി രണ്ടെണ്ണം. വോളിബോൾ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? അതൊരു ചോദ്യം. വോളിബോളിൽ നമ്മൾ അത്ര വലിയ ടീമൊന്നും ആയിട്ട് നമ്മൾ അങ്ങനെ ന്യൂസ് കാണാറില്ല. അതുകൊണ്ട് തന്നെ നടന്നിട്ടുണ്ടാവാനുള്ള ചാൻസ് കുറവാണ് എന്ന് നമുക്ക് ലോജിക്കലി ഒരു ഗസ് ചെയ്താലോ. ഇനി ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുക്കാം. വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീം കുറേ വർഷങ്ങളായിട്ട് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമാണ് അല്ലേ. നമുക്ക് പേര് തന്നെ എല്ലാ പ്ലേയേഴ്സിൻ്റെ അറിയാം. നോർമൽ ഒരു ഇന്ത്യന് പണ്ട് സച്ചിനോ ഗാംഗുലിന്നോ സെവാഗെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾക്ക് ഇന്ന് വിമൻസ് ക്രിക്കറ്റിലുള്ള മിക്കവാറും എല്ലാവരുടെയും പേര് നമുക്ക് നാട്ടിലൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. അപ്പം മിഥാലി രാജിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്നത്, മനസ്സിലായില്ലേ? ഹർമൻപ്രീത് ആയാലും സ്മൃതി മന്ദന ആയാലും ഷെഫാലി ആയാലും, എന്തിന് നമുക്ക് കേരളത്തിൽ നിന്ന് 2 കിടിലൻ താരങ്ങളുണ്ടായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഉണ്ടാവാം എന്നുള്ള ഗസ്, ഞാൻ പറയുന്നത് പക്ക ഗസ്സിൻ്റെ പുറത്താണ് ഇത് പോകുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ only 2 എന്നൊരു ഓപ്ഷൻ അടിക്കാൻ ഞാൻ പ്രേരിതനാകും, ഞാൻ അടിക്കും. ഇനി നമുക്ക് നോക്കാം ഇതിലേതൊക്കെ നടന്നിട്ടുണ്ടെന്ന് നോക്കൂ. മെൻസ് FIH ഹോക്കി വേൾഡ് കപ്പ് ഏതൊക്കെ വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്? 82, 2010, 18 and 23. ആൻഡ് ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2013-ൽ, അതായത് ഈ ICC വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് 2013-ലാണ്. അതിനു മുമ്പ് 78-ലും 97-ലും വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് വാസ് ഹോസ്റ്റഡ് ബൈ ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് കൗൺസിൽ ആയിരുന്നു.
ഇപ്പോൾ ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് കൗൺസിൽ IIC-യിലേക്ക് ലയിച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ ICC ആണ് എല്ലാം നടത്തുന്നത്. പണ്ട് 78-ലും 97-ലും ഇന്ത്യയിൽ വെച്ച് നടന്നപ്പോൾ അത് കണ്ടക്ട് ചെയ്തത് ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ് കൗൺസിൽ ആയിരുന്നു. എന്നാൽ 2013-ൽ ICC നടത്തിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മളുടെ ഗസ് രണ്ടും പ്രോപ്പർ വഴിക്കൂടാണ് പോയിരിക്കുന്നത്. വിമൻസ് വോളിബോൾ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നിട്ടില്ല, ആൻഡ് FIFA വേൾഡ് കപ്പും നടന്നിട്ടില്ല. ക്ലിയർ ആയല്ലോ? Next question from environment. Consider the following statements about tropical forest. Tropical forestകളെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളെ കുറിച്ച് മാത്രമല്ല, ട്രോപ്പിക്കൽ കോറൽസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ ട്രോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ്. നോക്കൂ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കവേഴ്സ് അബൌട്ട് 56% ഓഫ് ദി എർത്ത് ലാൻഡ് സർഫസ്. ഭൂമിയുടെ 56% ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് എന്ന് പറയുന്നു. ഞാൻ പറയട്ടെ, ഇതൊരു പെട്ടെന്ന് വായിച്ചു പോകുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയത്തില്ല അല്ലെങ്കിൽ അറിയാം എന്നൊരു നിലയിലേക്ക് മാത്രമേ എത്തത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ 56% എന്താണ്? ഭൂമിയുടെ ലാൻഡ് സർഫസിന്റെ 56% ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഭൂമിയുടെ ലാൻഡിന്റെ 56% ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. അതൊരു കണക്കാണ്. അതായത് ഭൂമിയുടെ ലാൻഡിന്റെ പകുതിയിൽ കൂടുതൽ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കണ്ട ഗ്രീൻ ഹൗസ് ഗ്ലോബൽ വാർമിംഗ് എന്നോ പാരീസ് എഗ്രിമെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും കിടന്നിട്ട് മസിൽ പിടിക്കേണ്ട കാര്യമുണ്ടോ? ഭൂമിയുടെ ലാൻഡ് സർഫസിന്റെ 56% ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ വിട്ടേര്, ഫോറസ്റ്റ് ആണെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കിടന്ന് മസിൽ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കയറി വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ലോജിക്കലി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ലോജിക്കലി ആലോചിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ എക്സാം ഹോളിൽ കാമായിട്ടിരിക്കണം. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് പോയി. ഇത് കാമായിട്ടിരുന്ന് പറയുന്നത് കൊണ്ടാണ് എന്നെ കൊണ്ട് ഇത് പറ്റുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയും? ഇപ്പം ചിലർക്ക് വിചാരിക്കും ഇയാൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങളല്ലേ എഴുതുന്നത്. ഞാൻ എക്സാം ഹോളിൽ ഇരുന്ന് എങ്ങനെയാണോ ചിന്തിച്ചിട്ടുള്ള ആ രീതിയിലാണ് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അപ്പം 56% എന്ന് പറയുന്നത് ഒരിക്കലും ലോജിക്കലി നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടാത്ത ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ 1-നെ എലിമിനേറ്റ് ചെയ്യും. ഓപ്ഷൻ 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കൂ, ആൻസർ നമുക്കവിടെ മുന്നിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. 1 എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലാണ് പിന്നെ കിടന്നിട്ട് പാടുപെടാൻ പോകുന്നത്. എന്നുവെച്ചാൽ 1 എലിമിനേറ്റ് ചെയ്തതോടുകൂടി എനിക്ക് ആൻസർ കിട്ടി. നിങ്ങൾ 2025 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കൂ, വലിയൊരു വിഭാഗം ചോദ്യങ്ങളും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ഏതാ ആ മെയിൻ സ്റ്റേറ്റ്മെന്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് അവിടെ കൊടുത്തിരിക്കും. എലിമിനേറ്റ് ചെയ്താൽ ആൻസർ കിട്ടത്തക്ക രീതിയിലേക്കാണല്ല ഒരു മെജോറിറ്റി ചോദ്യങ്ങളും 2025 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇനി നോക്കൂ, 2, 3, 4 നോക്കിപ്പോ. ദി സോയിൽ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇസ് റിലേറ്റീവ്ലി ഇൻഫെർട്ടൈൽ. ആയിരിക്കുമല്ലോ, റിലേറ്റീവ്ലി ഇൻഫെർട്ടൈൽ ആയിരിക്കും. കാരണം റെയിൻ ഫോറസ്റ്റിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലേ? എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം മഴ പെയ്ത് മണ്ണിലെപ്പോഴും ഈർപ്പമുണ്ടാവും. ഇലകൾ വീണത് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ കിടന്നിട്ട് അത് പ്രോപ്പർലി എന്താണ് ഡീകമ്പോസ് ആവത്തില്ല. കാരണം എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഹീറ്റ് എന്ന് പറയുന്ന കാര്യം വരുന്നില്ല. എപ്പോഴും മഴ പെയ്യുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണല്ലോ, അപ്പോൾ എപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവിടെ ഒരുപാട് താഴേക്ക് എന്താണ് സോളാർ റേഡിയേഷൻസ് താഴത്തെ സോയിലിലേക്ക് എത്തത്തില്ല. അപ്പോൾ സോയിലിൻ്റെ മുകളിൽ ഇങ്ങനെ ഇല വീണ് അതിങ്ങനെ അഴുകി എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. ഇങ്ങനെ നനഞ്ഞ് അവിടെ കിടക്കും. ഇത് പ്രോപ്പർലി ഡീകമ്പോസ് ആയി സോയിലിലേക്ക് ഇറങ്ങിയാൽ മാത്രമല്ലേ സോയിൽ ഫെർട്ടൈൽ ആവത്തുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ അളിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ സോയിൽ ഒരിക്കലും ഫെർട്ടൈൽ ആവത്തില്ല. സോയിൽ ഫെർട്ടൈൽ ആവണമെങ്കിൽ പ്രോപ്പർലി ഡീകമ്പോസ് ആയി ഇത് സോയിലിലേക്ക് ലയിക്കണം. അങ്ങനെ ലയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോപ്പർലി അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കണം. അതിന് വേണ്ട ടെമ്പറേച്ചർ അവിടെ ഉണ്ടാവണം. അത് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് സോയിൽ ഇൻ ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ഇൻഫെർട്ടൈൽ എന്ന് നമ്മൾ പറയാനുള്ള റീസൺ. ആൻഡ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആർ സെൽഡം ഡോമിനേറ്റഡ് ബൈ സിംഗിൾ സ്പീഷീസ്. റെയർ, സെൽഡം എന്ന് വെച്ചാൽ റെയറിലായിട്ടായിരിക്കും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ എന്തുണ്ടാവുക? ഒരു സിംഗിൾ സ്പീഷീസിന്റെ ഡോമിനേഷൻ ഉണ്ടാവുക. സ്വാഭാവികമാണ്. സിംഗിൾ ഒരു ട്രീ സ്പീഷീസ് ഒന്നും ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യുന്നില്ല. മൾട്ടിപ്പിൾ സ്പീഷീസിനെ നമുക്കവിടെ കാണാൻ നോക്കും. മനസ്സിലായില്ലേ? ആൻഡ് ഫോർത്ത് വൺ, മോസ്റ്റ് ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡ്സ് ആർ ഫൗണ്ട് ഓൺ ദി വെസ്റ്റേൺ മാർജിൻ ഓഫ് ദി ഗാർഡ്സ്. അതായത് വെസ്റ്റേൺ ഗാർഡിന്റെ ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇവിടെയാണല്ലോ വെസ്റ്റേൺ ഗാർഡ്സ്.
ഈ വെസ്റ്റേൺ ഗാറ്റ്സിന്റെ ഈസ്റ്റേൺ മാർജിൻ ഇതാണ്, വെസ്റ്റേൺ മാർജിൻ ഇതാണ്. അപ്പം മോസ്റ്റ് ഓഫ് ദി റെയിൻ ഫോറസ്റ്റ് ഓഫ് വെസ്റ്റേൺ ഗാറ്റ്സിലെ പ്രധാനപ്പെട്ട റെയിൻ ഫോറസ്റ്റുകളെല്ലാം കാണുന്നത് ഈ ഒരു ഏരിയയിലാണ്, വെസ്റ്റേൺ മാർജിനിലാണ് എന്ന് പറയുന്നു. സ്വാഭാവികമല്ലേ? കാരണം എന്താ? മൺസൂൺ ഇവിടുന്നല്ലേ അടിക്കുന്നത്. മൺസൂൺ വിൻഡ് ഇവിടുന്ന് അടിക്കുമ്പോൾ വെസ്റ്റേൺ ഗാറ്റ്സിൽ തട്ടി ഇവിടെ ആയിരിക്കത്തില്ലേ ഏറ്റവും കൂടുതൽ മഴ പെയ്യുക. ഇതെന്തായിരിക്കും? ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് റെയിൻ ഷാഡോ റീജിയൺ ആയിരിക്കും അല്ലേ? അത് ജോഗ്രഫി. ഈസ്റ്റേൺ മാർജിൻ എന്ന് പറഞ്ഞാൽ റെയിൻ ഷാഡോ റീജിയൺ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരിക്കലും എന്തായിരിക്കും? റെയിൻ ഫോറസ്റ്റ് വരാനുള്ള സാധ്യതയില്ല. വെസ്റ്റേൺ സൈഡ്, നമ്മുടെ സൈഡ്, കേരളം ഇരിക്കുന്ന സൈഡ്, കർണാടക ഇരിക്കുന്ന സൈഡ്, ഈ സൈഡ് എന്തായിരിക്കും? ഈ സൈഡ് നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ഒക്കെ കിടക്കുന്നില്ലേ, ഈ സൈഡ് വെസ്റ്റേൺ മാർജിനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ റെയിൻ ഫോറസ്റ്റുകൾ ഉണ്ടാവുന്നത്. ലോജിക്കലി ക്രാക്ക് ചെയ്യാൻ എല്ലാം കൊണ്ടും പറ്റുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നോക്കൂ, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കവർ ജസ്റ്റ് 6% ഓഫ് പ്ലാനറ്റ്സ് ലാൻഡ് സർഫസ്. വെറും 6% മാത്രമേ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഉള്ളൂ, അല്ലാതെ 56 ഇല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. only 6% മാത്രമേ ഉള്ളൂ. ആൻഡ് staggering 80% of world's documented species can be found in tropical rainforest. ലോകത്ത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 80% സ്പീഷീസിനെയും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ കാണാനൊക്കും. അതായത് അത്ര ഡൈവേഴ്സ് ആണ് എന്ത് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യയിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എവിടെയൊക്കെ കാണാം നോക്കൂ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, വെസ്റ്റേൺ ഗാറ്റ്സ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഈ 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ നമുക്ക് കാണാനാവുക. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ്സ് ഓർ ആർ കറക്റ്റ്? റീസെന്റ് ഡേയ്സിൽ ഒരുപാട് തവണ ഡെയിലി ന്യൂസിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്. 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുള്ളൂ. First one, it was launched by Niti Aayog under Aspirational Blocks Program. So, അപ്പോൾ രണ്ടിടത്ത് വേണമെങ്കിൽ തെറ്റാം. നീതി ആയോഗും ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ തെറ്റാം, രണ്ടും ശരിയാവാം. എന്തായിരിക്കും? ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ നീതി ആയോഗിന്റെ ഏറ്റവും സക്സസ്ഫുൾ പ്രോഗ്രാമുകളൊന്നാണ് ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. അതേ രീതിയിൽ തന്നെ ബ്ലോക്ക് ഡെവലപ്മെന്റിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ് ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാം. അത് നീതി ആയോഗാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്ന നീതി ആയോഗാണ്. അതും ആസ്പിറേഷണൽ ബ്ലോക്സ് പ്രോഗ്രാമിന്റെ കീഴിൽ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസിയാണ്, ലോജിക്കലി ക്രാക്ക് ചെയ്യാം. വോക്കൽ ഫോർ ലോക്കലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. It is meant to foster grassroots entrepreneurship and self-reliance. That is also true. ഗ്രാസ്റൂട്ട്സ് ഓണ്ടർപ്രണർഷിപ്പും സെൽഫ് റിലയൻസും വർദ്ധിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പരിപാടിയാണ് വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവ്. മനസ്സിലായില്ലേ? അത് വോക്കൽ ഫോർ ലോക്കൽ, അതായത് ലോക്കൽ പ്രോഗ്രാംസ്, പ്രൊഡക്ട്സിന് ഇന്ത്യയിൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവുക, അവർക്ക് നല്ല വലിയ രീതിയിൽ വരുമാനം കിട്ടുക എന്നുള്ള ഒരു ഇതിനു വേണ്ടിയിട്ടാണ് വോക്കൽ ഫോർ ലോക്കൽ ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, IMF-നെ കുറിച്ചിട്ടാണ് ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി എക്സിക്യൂട്ടീവ് ബോർഡ് ഈസ് IMF's ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. എക്സിക്യൂട്ടീവ് ബോർഡാണ് IMF-ന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നു. അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാനില്ല. Executive directors are elected by member countries and the managing director who serves as its chairman. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെ എന്തുണ്ട്? കറണ്ട് അഫെയർ ഉണ്ട്. എന്താണ് കറണ്ട് അഫെയർ? ഇന്ത്യ പുതിയ IMF-ലേക്കുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറെ എലക്ട് ചെയ്തു. അതാരാണ്? ഉർജിത് പട്ടേൽ അല്ലേ? മുൻ RBI ഗവർണറായിട്ടുള്ള ഊർജിത് പട്ടേലിനെയാണ് ഇന്ത്യ പുതിയതായിട്ട് IMF-ലേക്കുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ വെച്ച് നമുക്കത് ക്ലിയർ ആണ്. എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആർ എലക്ടഡ് ബൈ മെമ്പർ കൺട്രീസ്. അതാണല്ലോ IMF-ന്റെ മെമ്പർ കൺട്രി ആയിട്ടുള്ള ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ സെലക്ട് ചെയ്ത് വിടുന്നു. ദാറ്റ് ഈസ് ട്രൂ. ആൻഡ് എ മെമ്പർ കൺട്രീസ് കോട്ട ഡിറ്റർമൈൻസ് ഇറ്റ്സ് വോട്ടിംഗ് പവർ ഇൻ IMF. അപ്പോൾ കോട്ടയെ കുറിച്ചിട്ടാണ് ചോദ്യം. എന്താണ് കോട്ട എന്നുള്ളതൊന്നും ഞാനിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തില്ല. അതൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ IMF-ന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു വിടുന്നതാണ്. അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം IMF-നെ കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും അയാൾ എഴുതിയിരിക്കും. അപ്പോൾ കോട്ട എന്താണ്, കോട്ട സബ്സ്ക്രിപ്ഷൻ എന്താണ്, SDR എന്താണ്, RTP എന്താണ്, അതിൻ്റെ അകത്തേക്കൊക്കെ ചെന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്തൊന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും മെമ്പർ കൺട്രീസ് വോട്ടിംഗ് പവർ
അതായത് ഒരു രാജ്യത്തിന്റെ IMF-ലെ വോട്ടിംഗ് പവർ തീരുമാനിക്കുന്നത് എന്താണ്? കോട്ടയാണ്. ഇന്ത്യയുടെ കോട്ട എത്രയാണോ അത്രയും വോട്ടുകൾ ഇന്ത്യക്ക് കിട്ടും. അതായത് ബേസിക് വോട്ട് എല്ലാ രാജ്യത്തിനും ഒരെണ്ണം ഉണ്ട്, ബേസിക് വോട്ട് പ്ലസ് കോട്ട വോട്ട്സ്. അതായത് നമ്മുടെ കോട്ട എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ വോട്ട്സ് കിട്ടും. ഇതെല്ലാ രാജ്യങ്ങൾക്കും 1 വോട്ട് ഉണ്ടാവും. ബാക്കി നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് തീരുമാനിക്കുന്നത് ഈ കോട്ടയുടെ അടിസ്ഥാനത്തിലാണ്. ആൻഡ് കോട്ട ഈസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഓപ്പൺനെസ് ഓഫ് ദി എക്കണോമി. നമ്മുടെ എക്കണോമി എത്രമാത്രം ഓപ്പൺ ആണ് എന്നത് തീരുമാനിക്കും. നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ്, നമ്മുടെ രാജ്യം എത്രമാത്രം ക്രെഡിറ്റ് വർത്തിയാണ്, നമ്മുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ ആൻഡ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എത്രമാത്രം സ്മൂത്ത് ആണ്, അതിന് എന്തുമാത്രം റെഗുലേഷൻസ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ കോട്ട തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ കോട്ടയുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ വോട്ടിംഗ് പവർ കിട്ടും, അവരുടെ വോയിസ് അവിടെ കൂടുതൽ കേൾക്കും. ഓക്കെ, സോ ദാറ്റ് മീൻസ് 2 and 3 ആവാം റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ 1, 2, 3 ആവാം റൈറ്റ് ആൻസർ. ഇവിടെ ഞാൻ പറയുന്നു 1 ഈസ് റോങ്. സോ ദാറ്റ് മീൻസ് 2 and 3 ആർ ദ റൈറ്റ് ആൻസർ. അതായത് IMF-ന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ബോർഡ് അല്ല എന്ന് ഞാൻ പറയുന്നു. എക്സിക്യൂട്ടീവ് ബോർഡ് അല്ലെങ്കിൽ അത് എന്താണ്? ഇറ്റ്സ് ദി ബോർഡ് ഓഫ് ഗവർണേഴ്സ്. ബോർഡ് ഓഫ് ഗവർണർ ആണ് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദി IMF. എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറയുന്നത് ഡേ ടു ഡേ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ബോർഡാണ്. മനസ്സിലായി? എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് IMF എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് IMF-ന്റെ എക്സിക്യൂട്ടീവ് ബോർഡ്. പക്ഷെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് എന്താണ്? ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ്. സോ ഇന്ത്യയുടെ എക്സ് ഒഫീഷ്യോ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? IMF-ലേക്കുള്ള എക്സ് ഒഫീഷ്യോ ഗവർണർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ആൻഡ് RBI ഗവർണർ ആണ് എന്ത്? ഓൾട്ടർനേറ്റ് ഗവർണറായിട്ട് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട 2 വ്യക്തികൾ ആസ് എക്സ് ഒഫീഷ്യോ IMF-ലേക്കുണ്ട്. IMF-ന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയായ ബോർഡ് ഓഫ് ഗവർണേഴ്സിലേക്കും ഇന്ത്യയുടെ ഗവർണറായിട്ട് പോകുന്നത് ആരാണ്? ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അവിടുത്തെ ഓൾട്ടർനേറ്റ് ഗവർണറായിട്ട് പോകുന്നത് ആരാ? നമ്മുടെ RBI ഗവർണറാണ്. ഇവർ രണ്ടുമാണ് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയിലേക്കുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ സെലക്ട് ചെയ്ത് വിടുകയാണ്. റീസൺ 1 ഫോർമർ RBI ഗവർണർ ഉർജിത് പട്ടേൽ ആണ്. ഉർജിത് പട്ടേൽ ഇന്ത്യയെ മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ബാംഗ്ലാദേശ്, ഭൂട്ടാൻ ആൻഡ് ശ്രീലങ്ക ഈ മറ്റ് 3 രാജ്യങ്ങളെ കൂടെ റൈറ്റ് നൗ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. കാരണം അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല എക്സിക്യൂട്ടീവ് ഡയറക്ടറിനെ അവർ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തന്നെയാണ് അവരുടെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് അവിടെ വോയിസ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് വാട്ട് ഈസ് എഗ്യൂസി എ ടൈപ്പ് ഓഫ്. അപ്പം റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ വന്ന എഗ്യൂസി എന്ന് പറയുന്ന സാധനം എന്താണ് എന്ന് ചോദിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പണി പാളി. പറഞ്ഞില്ലേ, 2 വർഷം മുമ്പ് മഷ്റൂമിനെ കുറിച്ച് ചോദിച്ച പോലെ ഇരിക്കും. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ തീർന്നു. അപ്പോൾ നോക്കൂ, ഓപ്ഷൻ എ മെലൺ സീഡ് പ്രൈമർലി കൺസ്യൂംഡ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക, എ മഷ്റൂം ഫ്രം നോർത്ത് ഈസ്റ്റ് ഇന്ത്യ വിച്ച് ഹെൽപ്സ് ക്യൂർ ആസ്മ, എ ഡോഗ് ബ്രീഡ് that made solo trip to international space station, an anti-snake venom developed by ICMR. പെട്ടുപോയി. ഗസ് ചെയ്യാനൊന്നുമില്ല. പത്രം നല്ല വൃത്തിക്ക് വായിക്കാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആൻസർ ചെയ്യാനൊക്കില്ല. നമുക്ക് നോക്കാം വാട്ട് ഈസ് എഗ്യൂസി എന്ന് പറയുന്നത്. എഗ്യൂസി ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് ഈസ് എ സ്റ്റേപ്പിൾ ഇൻ മെനി വെസ്റ്റ് ആഫ്രിക്കൻ കിച്ചൺസ്. സോ ബേസിക്കലി ഇവിടെ ഫോട്ടോ ഉണ്ടോ? വെസ്റ്റ് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യപ്പെടുന്ന ഒരു മെലൺ സീഡാണ്. നമ്മൾ മറ്റേ വാട്ടർമെലൻ്റെ ഒക്കെ സീഡ് എന്ന് പറയത്തില്ലേ, അതേപോലത്തെ ഒരു മെലൻ്റെ സീഡാണ് എഗ്യൂസി എന്ന് പറയുന്നത്. വെസ്റ്റ് ആഫ്രിക്കൻസ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഇതാണ്. കാരണം ബിക്കോസ് ഇറ്റ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീസെൻ്റ്ലി ഇറ്റ് വാസ് സെൻഡ് അപ്പോൺ എ സ്പേസ് മിഷൻ. ഒരു സ്പേസ് മിഷനിൽ ആഫ്രിക്കൻസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് എഗ്യൂസി എന്ന് പറയുന്ന സീഡാണ് സ്പേസിലേക്ക് കൊടുത്തുവിട്ടത്. എന്തുകൊണ്ട് നമുക്കത് ചോദ്യമായി? ഒന്നാമത്തെ കാര്യം, ഇതേപോലൊക്കെ ആഫ്രിക്ക റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ന്യൂസ് വരുന്നതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. മനസ്സിലായി? ആഫ്രിക്ക അതൊരു പോയിന്റാണ്. കാരണം ഇന്ത്യ ആഫ്രിക്ക ഡിഫറെൻറ്റ് രാജ്യങ്ങളുമായിട്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ നല്ല രീതിയിലുള്ള റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ പോഷൻ അഭിയാൻ പോലത്തെ പോഷൻ 2.0 എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പുതിയൊരു ഒരു കവറിലിട്ട് സാധനം ഇറക്കിയിരിക്കുക അല്ലേ?
അപ്പം പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇന്ത്യയിൽ വലിയൊരു രീതിയിലുണ്ട്. അതാണ് ഇന്ത്യയിൽ സ്റ്റണ്ടിങ്ങിലേക്കും വേസ്റ്റിങ്ങിലേക്കും ഒക്കെ നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയാണ്. അത് പരിഹരിക്കാനായിട്ടാണ് പോഷൻ 2.0 എന്ന് പറയുന്ന പേരിൽ പുതിയ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എഗ്യൂസി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, UPSCയെ സംബന്ധിച്ചിടത്തോളം, പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതും പത്രത്തിന്റെ ഹെഡ്ലൈനിൽ നിന്ന് കിട്ടില്ല, അകത്ത് നിന്ന് വായിക്കുക.